മഹാനായ സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു 3 ദിവസം നിരന്തരമായ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയുള്ള പരിശ്രമം. ഒരു ഭാഗത്ത് ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ കടന്നുകയറ്റം കാരണം വിശ്രമമില്ലാതെ പോരാട്ട വീര്യത്തോടുകൂടി മുൻനിരയിൽ നിൽക്കേണ്ടി വന്ന ബഹുമാനപ്പെട്ട സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു 3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഒന്ന് വിശ്രമിച്ചുകൂടെ, കുറച്ചു നേരം ഒന്ന് ഉറങ്ങിക്കൂടെ? അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയിട്ടാണെങ്കിലും ഇത്രമേൽ നിങ്ങൾ കഷ്ടപ്പെടുന്നത് കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എന്ന് പറയുമ്പോൾ മഹാനായ സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു കുറച്ചു നേരം വിശ്രമിക്കാൻ തീരുമാനമെടുത്തു. അങ്ങനെ കാര്യമായി സുഖലോലുപതയുടെ പട്ടുമെത്തയിൽ സുഖനിദ്രയിൽ ആണ്ടുപോകുന്ന വിശ്രമം ഒന്നുമല്ല, കുറച്ചു നേരം ഒന്ന് കിടക്കാം എന്ന് തീരുമാനിച്ചു. ആ കിടക്കയിൽ ബഹുമാനപ്പെട്ട സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു വലിയൊരു സ്വപ്നം കാണുകയാണ്. ലോകത്തിന്നുവരെ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലും നിലവിലും കാണാത്തത്ര സുന്ദരമായ നയനാനന്ദകരമായ വർണ്ണക്ഷബളമായ കാഴ്ചകൾ. സ്വർഗീയ ആരാമത്തെക്കുറിച്ച് എന്താണോ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, ഫിർദൗസിന്റെ പരിമള ചാരുരാർഥ്യത്തെക്കുറിച്ച് എന്താണോ ഹദീസ് വിശദീകരിച്ചിട്ടുള്ളത്, അതെല്ലാം സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു തൻ്റെ കണ്ണിലൂടെ കാണുകയാണ്. പെട്ടെന്നവിടെ ആകർഷണത്തിൽ അതിർവരമ്പുകളില്ലാതെ മനസ്സിനെ വല്ലാതെ പിടിച്ചുകുലുക്കുന്ന, അതിരുകളില്ലാത്ത മധുരം തേൻ പുരട്ടി വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സുഖരസത്തിൻ്റെ ആനന്ദത്തിൽ കുറേ ആഡംബരം നിറഞ്ഞ സൗന്ദര്യം വരിഞ്ഞൊഴുകുന്ന ഒരു സംഘത്തെ ബഹുമാനപ്പെട്ട സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹുവിൻ്റെ സ്വപ്നത്തിലൂടെ കാണുകയാണ്. അവരോട് ചോദിച്ചു, എവരാണോ ഖുർആൻ പറഞ്ഞ ഹൂർലിങ്ങൾ? കണ്ടപ്പോൾ അങ്ങനെ തോന്നിപ്പോയി. തഴവ ഉസ്താദ് പറഞ്ഞതുപോലെ അവർക്കുള്ള മുൻപല്ലിൻ്റെ ലങ്ങൾ കണ്ട് ജിബ്രീലു പോലും അമ്പരന്നിട്ടുണ്ട്. ഇപ്പം പ്രസംഗ സ്റ്റേജിൽ ഈ ബൈത്ത് കേൾക്കലില്ല. എന്താ കാരണം എന്നറിയോ? അത് ഈ ട്രോളന്മാർ ട്രോളണുണ്ടാ. ഉസ്താദന്മാരതിനെ പതിയെ മുക്കി. പണ്ട് തഴവ ഉസ്താദിൻ്റെ ഈ ബൈത്ത് ഓതാതെ ആരും പ്രസംഗിക്കൂലായിരുന്നു. ഇപ്പോൾ ഈ ബൈത്ത് അങ്ങനെ വ്യാപകമായി കേൾക്കലില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അവർ ട്രോളുക എന്നത് എൻ്റെ ഒരു ആഗ്രഹമായതുകൊണ്ടും എല്ലാവരും എല്ലാ ദിവസവും പിറ്റേന്ന് രാവിലെ എൻ്റെ പ്രഭാഷണത്തെ വിമർശിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു ഹോബി ആയതുകൊണ്ടും ഞാനത് അവസാനിപ്പിക്കുന്നില്ല. അവർക്കുള്ള മുമ്പല്ലിൻ്റെ ലങ്കൽ കണ്ട് ജിബ്രീലു പോലും അമ്പരന്നിട്ടുണ്ട്. മഹാനായ സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിലൂടെ കാണുകയാണ്. ഇത്രയും സുന്ദരമായ കാഴ്ച ലോകത്തെവിടെയും കണ്ടിട്ടില്ല. സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഇത് ഹൂർലിങ്ങളാണോ? ഹൂർലിങ്ങളാണോ? അവർ പറയുന്നു, അല്ല, ഇത് ഹൂർലിങ്ങൾക്ക് പാദസേവ ചെയ്യുന്നവരാണ്. അപ്പോഴെങ്ങനെയായിരിക്കും അല്ലാ സ്വർഗത്തിലെ ഹൂർലിങ്ങള്? അപ്പൊ എങ്ങനെയായിരിക്കും പടച്ചവനെ സ്വർഗീയമായ അലങ്കാരങ്ങള്? സയ്യിദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പിറ്റേറ്റ് ഉണരുകയാണ്. പിറ്റേന്ന് രാവിലെ അല്ലാഹുവിന്റെ ദീനിന്റെ ജിഹാദിന്റെ വഴിയോരത്ത് സയ്യിദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിലേക്ക് അമ്പ് വന്ന് തറച്ചുകൊണ്ട് താൻ സ്വപ്നത്തിൽ കണ്ട സ്വർഗീയ ലോകത്തിന്റെ സുന്ദരമായ സുഖകരമായ അവസ്ഥാവിശേഷങ്ങളും എന്തൊക്കെയാണോ അത് മുഴുവനും കണ്ടുകൊണ്ട്, തൻ്റെ കണ്ണിൽ കണ്ടുകൊണ്ട്, അസ്രായിലിന്റെ ഭയപ്പെടുത്തുന്ന മുഖഭാവങ്ങളില്ല, ഞരമ്പ് വരിഞ്ഞു മുറുക്കുന്ന വേദനയിൽ കിടന്ന് പുളയലില്ല, ഒട്ടകത്തിന്റെ കടുത്തറുത്തിട്ടിരിക്കുന്ന പോലെ വരിഞ്ഞു മുറുക്കലില്ല. സ്വർഗീയമായ കാഴ്ചകൾ കണ്ട് ആഘോഷത്തോടുകൂടി ഈ ദുനിയാവിൽ നിന്ന് മഹാനായ സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു വിട പറഞ്ഞു പോവുകയാണ്.